ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ അടിപൊളി കിടുക്കാശ്ശേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പു ഇന്നും വന്നിരിക്കുന്നത്. ഈ പായ്ക്കൊക്കെ ഇട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി വന്നാലുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ മുഖമൊക്കെ ഉണ്ടല്ലോ സ്വർണ്ണം പോലെ തിളങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള 2-3 ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ടിപ്പൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിറം വയ്ക്കും, മുഖത്ത് നല്ല നിറം കിട്ടാനും ഒക്കെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോഴെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. മഞ്ഞൾപ്പൊടി, നമ്മുടെ ഇന്നാൾ ഞാൻ മഞ്ഞൾപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പം പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞളാണോന്ന് ചോദിച്ചു. പച്ച മഞ്ഞളില്ലെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. ഞാനിപ്പം പച്ചയ്ക്ക് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ എടുക്കുന്നത്. കുഴപ്പമില്ല നമുക്ക്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ മുഖത്ത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഇല്ലാത്തവർ ഇപ്പം എന്ത് ചെയ്യാം, പച്ച മഞ്ഞൾ പൊടിച്ച് ഇല്ലാത്തവർ അത് ഇച്ചിരി എടുത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പാക്കറ്റിലെ മഞ്ഞൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മളൊന്നും അത് ചെയ്യത്തില്ല. വീട്ടിലെ മഞ്ഞളുള്ളത് കൊണ്ട് ഞാൻ പച്ചയ്ക്ക് ഉണങ്ങി, ഇന്നാളിൽ ഞാൻ പറഞ്ഞില്ല പച്ചയ്ക്ക് ഉണക്കി പൊടിച്ചതാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ, നമ്മുടെ മുഖത്തിടാൻ എടുക്കുന്നത്. അപ്പോഴേ പച്ച മഞ്ഞൾപ്പൊടി, തേന്, ഗ്ലിസറിൻ ഈ 3 കൂട്ടവും മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു പായ്ക്ക് ഇടാൻ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിറമൊക്കെ കിട്ടാൻ നല്ലതാണ്. തേനും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത്, ഗ്ലിസറിൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് തേനും നമ്മുടെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തിടാൻ കേട്ടോ. നല്ല നിറമൊക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ നമ്മുടെ പച്ച മഞ്ഞളിൻ്റെ പൊടി എടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് പച്ച മഞ്ഞൾ എടുക്കത്തില്ല, ഇവിടെ കുറച്ചേ എടുക്കത്തുള്ളൂ കേട്ടോ. ചെറുകിട മുഖത്തിട്ട് നന്നായിട്ട് അത് എടുത്തറിയാം കേട്ടോ. ഞാൻ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കത്തുള്ളൂ, കുറച്ച് കേട്ടോ. കുറച്ച് എൻ്റെ മുഖത്തിട്ടാൽ പെട്ടെന്ന് നന്നായിട്ട് അറിയാം മഞ്ഞളിട്ടാൽ. അപ്പോൾ കുറച്ച് കുറച്ച് പിഞ്ചെന്നൊക്കെ പറയത്തില്ല കേട്ടോ. ആ പിഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേൻകുട്ടനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ തേന് കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു കൂട്ട് കേട്ടോ. ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്ത് നമ്മളങ്ങോട്ട് മുഖത്ത് കിടുക്കാച്ചിയാണ് കേട്ടോ. നല്ല നിറം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഗ്ലിസറിൻ കൂട്ടണേ കേട്ടോ. അളവുകളൊന്നുമില്ല, നമ്മളൊക്കെ ഞാനിപ്പോൾ എന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം നമുക്കൊരു അളവൊക്കെ അറിയാമല്ലോ കേട്ടോ. അതുകൊണ്ട് നമ്മൾ അളവ് ഒന്നും പറയുന്നില്ല. കുറച്ച് നമ്മുടെ മുഖത്ത് തേക്കാൻ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നാളിൽ ഞാൻ ഇട്ട് കാണിച്ചാണല്ലോ, എന്നിട്ട് എത്ര പേര് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു പായ്ക്ക് ഇടാൻ കേട്ടോ. കിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് ഈ പായ്ക്കുകളൊക്കെ കേട്ടോ. പള എന്ന് തിളങ്ങി നിൽക്കും നമ്മൾ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നല്ല നമുക്ക് പെട്ടെന്നുണ്ടാക്കി, നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കളറ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നമ്മൾ ഈ പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കണം. മുഖത്ത് കളറൊക്കെ കിട്ടാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് നാളെ നമുക്കൊരു ഫങ്ഷനുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ ഇത് ചെയ്തിട്ട് പോകാം കേട്ടോ. കുഴപ്പമില്ല. വരാത്തുള്ള ഇത് സന്ധ്യയ്ക്കൊക്കെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ ഇട്ടതിന് ശേഷം കഴുകി മാറ്റുക. നല്ല കേട്ടോ. ഒരു 10-24 മണിക്കൂർ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും, മുഖത്ത് കിട്ടും. അപ്പോഴേ മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം നമ്മൾ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒറിജിനൽ തേൻ കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊരു മണോ. തേൻ നമ്മുടെ മുഖത്തെ പാടുകളോ ഒക്കെ മാറും കേട്ടോ.
കുരുവൊക്കെ വന്ന പാടുകളൊക്കെ മാറാൻ നല്ലതാണല്ലോ ഈ തേന്. ആഴ്ച 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഖത്തെ പാടുകളൊക്കെ മാറും. ഫങ്ഷന് ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെ ഇട്ടാലും മതി കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്കൊത്തിരി ഒരു 10-24 മണിക്കൂർ നമുക്ക് ഓരോ പായ്ക്കൽ ഇടുമ്പോൾ നമുക്ക് അതെത്ര സമയം നിൽക്കുന്നു, നമ്മുടെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടോ, എന്താ കളർ കിട്ടുന്നോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓരോ പായ്ക്കൽ ഇടുമ്പോൾ. അല്ലേ, സത്യമല്ലേ? കുറച്ചെടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. നമുക്ക് ഒത്തിരി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് നമ്മളെടുത്ത്, നിങ്ങൾ മോക്കുരുവൊക്കെ വന്നു പോയവരാണെങ്കിൽ, നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ, മോക്കുരുവൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മോക്കുരുവുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. രാവിലെയും വൈകിട്ടും ഒക്കെ നിങ്ങളിത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റെങ്കിലും നമ്മുടെ ഈ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഉറക്കക്കുറവ് കൊണ്ടും ക്ഷീണം, ടെൻഷൻ ഒക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കൊണ്ട് നമ്മുടെ കണ്ണിനടിയിലെ എനിക്കില്ല കേട്ടോ, കണ്ണിനടിയിലെ പാടുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും. പിന്നെ കരിമങ്ങല്യം അതും എനിക്കില്ല കേട്ടോ. ഉള്ള ചേച്ചിമാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കരിമംഗല്യം ഒക്കെ ഉള്ളവർക്കും ഇത് ചെയ്യാം കേട്ടോ. ഇതിട്ടാൽ മാറിക്കിട്ടും കേട്ടോ. കണ്ണിനടിയിലുള്ള കറുപ്പുകൾ അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് ഈ ഒരു ടിപ്പ്. കുറച്ചെടുത്താൽ മതി. ഞാൻ 1 സ്പൂൺ പോലും ഇടത്തില്ല കേട്ടോ. ഇത് 3ഉം കൂടെ കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കുക. കരിമംഗല്യം മാറിയില്ല, എൻ്റെ കണ്ണിനടിയിൽ കറുപ്പ് മാറിയില്ല എന്നൊന്നും പറഞ്ഞ് നിലവിളിക്കുകയും കരയൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഇതൊന്നും അസുഖങ്ങളൊന്നും അല്ല കേട്ടോ. ഈ കരിമംഗല്യം എന്നൊക്കെ പറയുന്നത് അസുഖങ്ങളൊന്നും അല്ല, ഇന്നിൻ്റെ ഓരോ മാറ്റങ്ങളും ഒക്കെയാണ് കേട്ടോ. പല പല പ്രശ്നങ്ങൾ കൊണ്ടും കരിമംഗല്യമൊക്കെ വരുമല്ലോ. ഇവിടെ അങ്ങ് ആർക്കും ഇല്ല കേട്ടോ, ഇവിടെ അങ്ങ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കരിമംഗല്യമുള്ളവരെ. അതെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ പറഞ്ഞു കൊടുക്കുക. കരിമംഗല്യമുള്ള ചേച്ചിമാരെ കാണുമെങ്കിൽ ചേച്ചി ഇങ്ങോട്ട്, ആ ചേച്ചി പോവുകയാണെങ്കിൽ കൈക്ക് പിടിച്ച് ഇങ്ങോട്ടും പിടിച്ച് വലിച്ചിട്ട് പറയണം, ചേച്ചി ഇങ്ങോട്ട് വന്ന് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ചേച്ചി 1 മാസം ഇതൊന്ന് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കി, കരിമംഗല്യമൊക്കെ മാറിക്കിട്ടും. ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുമ്പോൾ എന്നെ മറക്കാതിരിക്കാൻ, എന്നെ മറക്കല്ലേന്ന് പറഞ്ഞു വിടണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സഹായം ചെയ്തു കൊടുത്തിട്ട് നമ്മളെ അങ്ങനെ മറന്നിട്ട് പോകുന്നത് ശരിയാണോ കേട്ടോ. ഞാനും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവരോ ആരെങ്കിലും കാണുവാണെങ്കിലോ ഞാനും ഈ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാനും പറയും ഇതേപോലെ, തീർച്ചയായിട്ടും എന്നെ മറക്കരുതേ ചേച്ചി. കരിമംഗല്യമൊക്കെ പോയി കഴിയുമ്പോൾ ഈ സുപ്പുവിനെ, ഈ പറഞ്ഞു തന്ന സുപ്പിനെ മറന്നിട്ട് പോകരുതേന്ന് പറയും ഞാനും കേട്ടോ. അപ്പോഴേ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞത് തുടച്ച് മാറ്റാം കേട്ടോ. നമുക്ക് ഇത് തന്നെ നമുക്ക് റോസ് വാട്ടറിന് ആദ്യം ചെയ്യാം അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടയ്ക്കാം കേട്ടോ. ഇരിക്കും കുറച്ച് നേരം. ഇതൊരു നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളറല്ലേ വരുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് നല്ല കേട്ടോ. ഞാൻ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടത്തില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടത്തുള്ളൂ കേട്ടോ. ഞാൻ മിക്കവാറും ചെയ്യുന്നതല്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മുഖത്ത് എപ്പോഴും എന്തോ ഇട്ടാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇപ്പം ചില ദിവസം നമ്മൾ ഈ ടിപ്പുകൾ ചെയ്യാത്ത ദിവസം ചിലപ്പം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം ഞാൻ ആ ദോശമാവും കൊണ്ട് രാവിലെ നമ്മുടെ മുഖം ഇങ്ങനെ, അതൊക്കെ നല്ലതാണ് കേട്ടോ ദോശമാവിൻ്റെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞു തന്നില്ലേ ഉഴുന്നിൻ്റെ മാത്രം വെച്ച് അടിപൊളി കേട്ടോ. അതും മുഖത്ത് കളറൊക്കെ കിട്ടാൻ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഉഴുന്നിൻ്റെ ടിപ്പ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതുവരെ ആരും ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞില്ല, അപ്പോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി സൂത്രമൊക്കെ ഇട്ട് നമ്മൾ മുഖമൊക്കെ കഴുകി
ഞാൻ കുറച്ച് മഞ്ഞളായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ കിഡു സംഭവമാണ് കേട്ടോ, കിഡു സംഭവമാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഈ സംഭവം ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. എന്തായാലും 10-20 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഇപ്പോഴും നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം. മഞ്ഞളൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. മഞ്ഞളിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നല്ല സോഫ്റ്റായി നമ്മുടെ മുഖമൊക്കെ കണ്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്തു കൊടുക്കാം. ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തലേന്നും രാവിലെയും ഒക്കെ നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ. എന്താ നമ്മുടെ കൈ കൊണ്ട് തന്നെ തൊടുമ്പോൾ എന്ത് നല്ല ഇതാണെന്നറിയാം. നമ്മുടെ സ്കിൻ എന്ത് സോഫ്റ്റാണെന്നറിയാമോ. എൻ്റെ സാറേ എന്ത് സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സംഭവം. കിട്ടും സംഭവമാണ് കേട്ടോ, നല്ല അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. തണുത്ത വെള്ളത്തിൽ കേട്ടോ, തണുത്ത വെള്ളം. ഇത് മറഞ്ഞിരിക്കുക, തൂണിൻ്റെ ഇതിൽ മറഞ്ഞിരിക്കുക. വെയിൽ, നമ്മുടെ സിറ്റൗട്ടിൽ ഭയങ്കര വെയിൽ. അപ്പോഴതേ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ തൊടുമ്പം തന്നെ അവിടെ എന്ത് സോഫ്റ്റാണെന്നറിയാമോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആഴ്ച 2 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇട്ടുള്ളൂ. ഫങ്ഷനൊക്കെ പോകുന്ന നാളെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടും നാളെ രാവിലെ 2 പ്രാവശ്യമായിട്ട് ഒക്കെ ഇട്ടുള്ളൂ. കിട്ടും റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്താണ് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടൊക്കെ വരുന്നത്. അപ്പോൾ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ട് നമുക്ക് നാളെയും കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.